നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഇന്നത്തെ ഈ ബുക്ക് യൂസ് ചെയ്യാം. മറ്റേ ബുക്ക് ഓഫ് ആൻസേഴ്സ് പോലെ തന്നെയാണ് ഇത്, പക്ഷേ ലവ് റിലേറ്റഡ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ചില കാര്യങ്ങൾ കിട്ടാറുണ്ട് ഇതിൽ. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യം ആക്ച്വലി ഞാൻ തന്നെ എടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ എന്ന രീതിയിലല്ല, നമുക്ക് ചോദിക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? നിങ്ങൾക്ക് ടാരോ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ടാരോ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചുള്ള ഗൈഡൻസും നിങ്ങളുടെ സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ബുക്കൊന്നും കൂടി നമുക്ക് ഗൈഡൻസ് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് ഒരു നല്ല മെസ്സേജസ് ഞങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം, എന്താണ് മുന്നോട്ട്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഗൈഡൻസ്. ഓക്കെ, ദ കാർഡ് യു ഹാവ് ചോസൺ ഇസ് ജഡ്ജ്മെന്റ്. ഇഫ് ഇറ്റ്സ് മെന്റ് ടു ഹാപ്പൻ ഇറ്റ് വിൽ. ഓക്കെ, ആദ്യത്തെ കാര്യം പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ കർമ്മയുടെ കാര്യം പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരു തീരുമാനം വരും എന്ന രീതിയിൽ പറയാം. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ വിട്ടു പോവില്ല. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, വെറുതെ വറി ചെയ്ത് നിങ്ങൾ എന്താ പറയുക, ടെൻഷൻ കൂട്ടിയിട്ട് ഉറക്കമില്ലാതിരുന്ന് കരഞ്ഞു തീർത്തിട്ടൊന്നും കാര്യമില്ല. നടക്കേണ്ടതാണെങ്കിൽ നടന്നിരിക്കും എന്ന് വിശ്വാസം വെക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ആൻഡ് ജഡ്ജ്മെന്റ് കാർഡ് നമ്മൾ കർമ്മട പറയാറുണ്ട്. സോ നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രവർത്തികൾ, ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, നിങ്ങളുടെ ചില ചെയ്യേണ്ട കടമകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക തന്നെ വേണം. അത് ഈ റിലേഷൻഷിപ്പിനെ റിലേറ്റഡ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കടമകൾ ഉണ്ടാവും. ആ കടമകൾ നിങ്ങൾ തീർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നിങ്ങൾ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യൽ, നിങ്ങളുടെ പഠിക്കൽ, നിങ്ങളുടെ ജോലി, കരിയർ കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ന്യായമായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാം നിങ്ങൾ മാറ്റിവെച്ചും നിങ്ങൾ ഇഗ്നോർ ചെയ്തും നടക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. സോ അതൊരു തെറ്റായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കട്ടെ. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളതാണെങ്കിൽ, നിൽക്കാനുള്ളതാണെങ്കിൽ, വരാനുള്ളതല്ല മീൻസ് നിൽക്കാനുള്ളതാണെങ്കിൽ, മുന്നോട്ട് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ട്രസ്റ്റ് ആദ്യം നിങ്ങൾ യൂണിവേഴ്സിനെ മേലെ വയ്ക്കുക. ഓക്കെ, ഒരു അഡ്വൈസ് കൂടി എടുക്കാം. ദ ലയൺ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ ഷുവർ തിങ്. യെസ്, ഇത് നടക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ നടക്കും. പക്ഷേ അതിന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ന്യായമായത് നടക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ ഇത് നടക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അഷുറൻസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് നടക്കുകയാണെങ്കിൽ നടക്കുമെന്ന് നേരത്തെ പറഞ്ഞു, പക്ഷേ യൂണിവേഴ്സിനെ പറയുന്നുണ്ട് നടക്കും. ഓക്കെ, പക്ഷെ അത് നടക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി അപ്പുറത്തുണ്ട്. നമ്മൾ കർമ്മ വരാതെ നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാതെ നിങ്ങൾ നോക്കണം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്ത് തീർക്കും വേണം. നമ്മുടെ ലൈഫിലുള്ള കർമ്മ നമുക്ക് തീർക്കണം. മറ്റുള്ളവരെല്ലാവരുമായിട്ട്, നമ്മുടെ ലൈഫിൽ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ ആയിട്ട് നമ്മുടെ ചില കർമ്മകളുണ്ട്, അത് നമ്മൾ തീർക്കണം. എന്നിട്ട് അപ്പോഴേക്കും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കും. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. Okay, you have chosen to dream. Yes, and what happiness it will bring. ഇത് നടന്ന് കഴിയുമ്പോൾ യെസ് ആണ് പറയുന്നത്. യെസ്, ഇത് നടക്കും, തീർച്ചയായിട്ടും നടക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് 2-3 തവണ കൺഫർമേഷൻ തന്നു കഴിഞ്ഞു. ആൻഡ് വാട്ട് ഹാപ്പിനെസ് ഇറ്റ് വിൽ ബ്രിങ് എന്ന് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര സന്തോഷം കിട്ടും. നിങ്ങൾക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല എത്ര സന്തോഷം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടക്കും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം അതിനു വേണ്ടി പക്ഷേ യെസ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, കർമ്മ ക്ലിയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത്, മാറ്റി വെക്കരുത്. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് തീരുമ്പോൾ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. പക്ഷെ ഇപ്പം തന്നെ അതിനു വേണ്ടി നിങ്ങൾ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചാൽ അത് ശരിയല്ല, അത് തെറ്റാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. എംപ്രസ്, നൈറ്റ് ഓഫ് കപ്സ്, Three of Wands, Page of Pentacles, King of Pentacles, Full card, future, okay. Four of Cups, Nine of Pentacles,
പേജ് ഓഫ് സോഡ്സ് ആൻഡ് ഹെയർഫൻറ്റ്. ഇത് നേരത്തെ ഞാൻ ബോട്ടമിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹെയർഫൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു മാരേജ് വരെ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജ് ഫ്യൂച്ചർ വരെ എത്താനുള്ള സാധ്യതയാണ് ആദ്യം തന്നെ കാണുന്നത്. എംപ്രസ് ഫസ്റ്റ് തന്നെ വന്നു ആൻഡ് ഇവിടെ ഹെയർഫൻറ്റും വന്നു. സോ തീർച്ചയായിട്ടും ഒരു മാരേജ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കിങ് ഓഫ് പെറ്റിക്കിൾസും ഉണ്ട്, അതും ഒരു മാരീഡ് പേഴ്സൺ എന്ന മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ലേശമുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഫാമിലി എന്നും പറയാം, ഫാമിലി ആരെങ്കിലും തടസ്സമുണ്ട് എന്നും പറയാം. പക്ഷേ ഇതാ ഇവിടെ തന്നെ കാർഡ്സ് ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരെയാണ് ചൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഇത് ഈ പേഴ്സണിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കിങ് ക്വീൻ, നിങ്ങൾ പ്ലീസ്, ഇത്രയും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളെ മാരേജ് വരെ എത്തും എന്ന് പറയാം. അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ പോലും അവിടെ ചില മാറ്റങ്ങൾ വരും. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കാതിരിക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക്, പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹമുണ്ട്. അവരിപ്പോൾ മേ ബി ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റിന് ഇപ്പോൾ തയ്യാറായിരിക്കില്ല. മേ ബി ലൈഫിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവാം. പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. അവരാലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ അവർക്കും ഇപ്പം നിങ്ങൾ തമ്മിൽ ദൂരെയാണ്, ഡിസ്റ്റൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവർക്കും വേറെ ഒന്നിലും താല്പര്യമൊന്നുമില്ല, അവർക്കും നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് പോകണമെന്നാണ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാവാം, കാരണം ഫൈനാൻസിൻ്റെ വന്നുകൊണ്ട് 9 ഓഫ് പെഡിക്കിൾസ് ഉണ്ട്, ഇതെല്ലാം പെഡിക്കിൾസ് ആണ്. സോ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ചിലവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവാം. അവരത് ബെറ്റർ ആക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫുൾ കാർഡ് വരുമ്പോൾ ന്യൂ ബിഗിനിങ് എന്ന് പറയും. ഓക്കെ, നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു വൈഫ് എന്ന രീതിയിൽ, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന രീതിയിൽ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്, അവർക്ക് മാരേജ് ചെയ്യണമെന്ന. ചിലവർക്ക് അഗെയിൻ ഈ കാർഡ് നമ്മൾ റിലീജിയനെ കുറിച്ച് പറയാറുണ്ട്. വേറെ നിങ്ങളെ റിലീജിയനോ കാസ്റ്റോ വലുതൊക്കെ ആണെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം. ആക്ച്വലി നമ്മൾ തടസ്സങ്ങളുടെ കാര്യം പറഞ്ഞു, അത് പല തടസ്സങ്ങളും ആവാം. ഓക്കെ, ഫാമിലി ആവാം, വേറെ മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആവാം, ഈവൻ റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളും ആവാം. ഓക്കെ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഡൗട്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു മാരേജാണ്. 9 ഓഫ് പെഡിക്കിൾസ് നമ്മൾ മാരേജിൻ്റെ ആണ് പറയാറ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിക്കാണ് പറയുക. അപ്പോൾ എന്തായാലും അവർ നിങ്ങളെ ആ രീതിക്കാണ് അവർ കാണുന്നത്. ആൻഡ് ഓൾറെഡി നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു. അതായത് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ പോസിബിൾ ഉണ്ട്. യെസ് ആണ്, തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും വേണം. ഓക്കെ, 9 ഓഫ് പെഡിക്കിൾസ് ആക്ച്വലി നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയും. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, രണ്ടും എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിൽ വർക്ക്, അതായത് നിങ്ങളുടെ കരിയർ ബെറ്റർ ആക്കുക, നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കുറച്ച് ഏണിംഗ് ഒക്കെ നിങ്ങൾക്ക് പോരെ, നിങ്ങളുടേതായ സ്വന്തമായിട്ട് ഏണിംഗ് ഉണ്ടോ അതൊക്കെ നോക്കുക. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആണോ, നിങ്ങളുടെ ലൈഫ് സെറ്റാണോ, ഫ്യൂച്ചർ സെറ്റാണോ, അതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ അതിനു വേണ്ടി കൂടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു നല്ല പോസിറ്റീവ് ഫ്യൂച്ചറാണ് കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി അഡ്വൈസ് കാർഡ് ഞാൻ ഒറാക്കിളുടെ ഒക്കെ ഞാൻ എടുത്തു വെച്ചില്ല. ഓക്കെ, ഇതിൽ നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആക്ച്വലി ഇതിൽ മെജോറിറ്റി ആൾക്കാർക്കും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ, നല്ല ഫ്യൂച്ചർ എനിക്ക് കാണുന്നുണ്ട്. സോ നമ്മുടെ ഒറാക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. റീകോൺസിലേഷൻ, ഓക്കെ, ഗുഡ്. Love yourself first. Deception. Healing family issues. Flirt. Forgiving and learning. Playfulness. Okay. And worth waiting for ഉണ്ട്. Okay, നിങ്ങളോട് പറയുന്നത് and wedding. Yes. ഹെയർഫൻറ്റിൻ്റെ കാർഡ് നമുക്ക് ഇവിടെ ബോട്ടം വെഡിങ്. ഓക്കെ, അപ്പോൾ ഒരു കുറേ പേർക്കെങ്കിലും ഇവിടെ നമുക്ക് വെഡിങ് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും അല്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ലേശം വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ പറ്റുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും വെഡിങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ആൻഡ് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഫ്യൂച്ചർ ഉണ്ടാകും. നമുക്ക് ഓൾറെഡി നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സിനും അത് തന്നെയാണ് കിട്ടിയത്. ഇവിടെ പറയുന്നത് സിറ്റുവേഷനിൽ നിങ്ങൾക്ക്
റീകോൺസിലേഷൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ റീകോൺസിലേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിയൻ ഉണ്ട്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ് ഉണ്ട്. നമ്മുടെ അഡ്വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആ പേഴ്സന്റെ പിന്നാലെ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് ചിന്തിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അവനവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആൻഡ് ഡിസെപ്ഷൻ, ഇത് ഇവിടെ എനിക്ക് റോങ് ആയിട്ടല്ല കാണുന്നത്. ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചീറ്റിംഗ് എന്ന രീതിയിൽ, പക്ഷെ ഇവിടെ അതല്ല. ഓക്കെ, ചില കാര്യങ്ങൾ അവർ മറക്കുന്നുണ്ട് എന്ന് പറയാം. അവരുടെ ഫീലിങ്സ് അവർ മറക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ അവർ മറക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നേ തോന്നുള്ളൂ എനിക്ക്. കാരണം തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയില്ലെങ്കിൽ ഓക്കെ ശരി തേർഡ് പാർട്ടി ഉണ്ട് എന്നോ നിങ്ങൾ മനസ്സിലാക്കുക. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, തടസ്സങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവില്ല ഓപ്പണായിട്ട്. ഓക്കെ, അവരുടെ ഫീലിങ്സ് അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. എംപറർ, ആക്ച്വലി എംപറർ ഇല്ല ഇവിടെ, എംപ്രസ് ആണല്ലേ. ഓക്കെ, മേ ബി കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു വ്യക്തിയാണെന്ന് പറയും. അപ്പോൾ അവർ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവർക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലേ എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ ഒരു മറക്കൽ ഇവിടെ ഉണ്ട്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ഫാമിലി എതിർപ്പുണ്ടാവും, അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ കാര്യം ഒന്ന് ശരിയാക്കാനുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള സമയം കൊടുക്കാം. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. ഓക്കെ, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ പ്രഷർ കൊടുക്കാതിരിക്കുക. ഓക്കെ, തീരുമാനം എടുത്തോ, കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ പ്രഷർ കൊടുക്കണ്ട. അല്പം റിലാക്സ് ആയിട്ട്, പ്ലേഫുൾനെസ്സും ഉണ്ട്. സോ കുറച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷമിപ്പിച്ചാൽ അത് കേട്ട് നിൽക്കണം എന്നല്ല കേട്ടോ, അങ്ങനെയല്ല. ബട്ട് പറ്റുന്നത്രയും ഓക്കെ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളെ ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കാം. അവരെന്നെ ചതിക്കുകയാണ്, ചീറ്റ് ചെയ്യുകയാണ്, അവരങ്ങനെ ചെയ്യണം, ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇരുന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നിങ്ങളുടെ മുമ്പിൽ നടക്കും. സോ സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ്, യെസ്, ഇതാ ഞാൻ പറഞ്ഞത്. അവരെന്തെങ്കിലും നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ഫോർഗീവ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അങ്ങനെ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ തമ്മിൽ കൂടുതൽ ബെറ്റർ ആവുകയുള്ളൂ. ഫോർഗീവ്നെസ് പ്രെയർ നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിന്റെ കർമ്മകളൊക്കെ ആയിരിക്കാം ചിലവർക്ക്, അതും വരും. അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ കൊണ്ട് ചിലപ്പോൾ ഒരു വേദനിപ്പിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഫോർഗീവിങ് ചെയ്യാം. ഓക്കെ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള ഫോർഗീവ്നെസ് പ്രെയർ നിങ്ങൾക്ക് ചെയ്യാം. അത് ആക്ച്വലി എല്ലാ കാര്യത്തിലും ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈ ഒരു ഫോർഗീവ്നെസ് പ്രെയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ആക്ച്വലി പോസിറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ അഗെയിൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു നിർത്താം. നിങ്ങൾ അവനവനിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, അവനവൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക, കടമകൾ ചെയ്യുക. ഓക്കെ, കർമ്മ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.